എന്താണ് ഗ്രീഷ്മയ്ക്ക് ശിക്ഷയായി ലഭിക്കുക എന്നുള്ളതിനാണ് കേരളം കാത്തിരിക്കുന്നത്. ഗ്രീഷ്മ എന്തായാലും ജയിലിലേക്ക് പോകും. അത് ജീവപര്യന്തമാണോ അതല്ല ജീവപര്യന്തത്തിൽ കൂടുതലുള്ള ശിക്ഷ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ വിധിക്കുന്നൊരു കീഴ്വഴക്കമില്ല. അതുകൊണ്ട് തന്നെ വധശിക്ഷയ്ക്കുള്ള സാധ്യത വളരെ വിരളമാണ്. പരമാവധി ജീവപര്യന്തമായിരിക്കും ലഭിക്കുക. ആ ജീവപര്യന്തം ലഭിച്ചാലും 10-14 വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അല്പസമയത്തിനുള്ളിൽ വിധി പ്രസ്താവം ഉണ്ടാവും. വിധി പ്രസ്താവത്തിൽ ഇന്ന് തൊട്ട് മുൻപ് ഗ്രീഷ്മയോട് ചില കാര്യങ്ങൾ കോടതി ചോദിച്ചിരുന്നു. ഗ്രീഷ്മയ്ക്ക് ശിക്ഷയെക്കുറിച്ച് പറയാനുള്ളത് പറയാം എന്ന് പറഞ്ഞപ്പോൾ ഗ്രീഷ്മ പറഞ്ഞത് തനിക്ക് പ്രായം 24 വയസ്സ് മാത്രമാണ്. മാത്രമല്ല താൻ MA ഇംഗ്ലീഷിന് ഫസ്റ്റ് ക്ലാസ് വാങ്ങിയ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പഠിക്കണം എന്ന ആഗ്രഹമുണ്ട്. അതിനോടൊരു അവസരം നൽകുന്ന തരത്തിലുള്ള ശിക്ഷ വേണം എന്ന് പറഞ്ഞു. മാത്രമല്ല പ്രതിഭാഗം പറയുന്നത് സാഹചര്യ തെളിവുകളാണ്. അതുകൊണ്ട് പരമാവധി ശിക്ഷ അപൂർവങ്ങളിൽ അപൂർവമായൊരു കൊലക്കേസ് എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. എന്നാൽ പ്രോസിക്യൂഷന്റെ ഭാഗം അങ്ങനെയല്ല. ഒരു ചെറുപ്പക്കാരന്റെ പ്രണയത്തെ തന്നെ കൊന്നു എന്നുള്ളതാണ്. വിശ്വസിച്ച ചെറുപ്പക്കാരനെ കൊന്നു എന്നുള്ള ഒരു കേസാണിത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ നൽകണം എന്ന് പറയുന്നു.